1995 എന്ന വർഷം ജയറാം ചെയ്ത ഹിറ്റ് സിനിമകളെ കുറിച്ച്, മലയാളത്തിലെ ഹിറ്റുകളെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തു. എന്നാൽ അതേ വർഷം തന്നെ ജയറാം തമിഴിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ എപ്പിസോഡ്സിൽ പറഞ്ഞിരുന്നു 93-ലും 94-ലൊക്കെ ജയറാം തമിഴ് സിനിമകളിൽ അഭിനയിച്ചതും അതിൽ ചിലത് ഹിറ്റായി, ചിലത് ശ്രദ്ധിക്കപ്പെടാതെ പോയി. 95 എന്ന് പറയുന്ന ഒരു വർഷവും ജയറാം തമിഴിൽ സാന്നിധ്യം അറിയിച്ചിരുന്നു. 2 സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് ആ വർഷം തമിഴിൽ റിലീസായത്. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. സുന്ദർ സി എന്ന സംവിധായകനെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരുപാട് ഹിറ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു, ഹിറ്റ് സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹം നടനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ വന്ന ആദ്യത്തെ സിനിമ മുറൈ മാമൻ, ആ ഒരു സിനിമയിലെ നായകൻ ജയറാമായിരുന്നു. 95-ൽ റിലീസ് ചെയ്ത ജയറാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു തമിഴ് സിനിമയാണ്. 2 സിനിമകൾ അഭിനയിച്ചിട്ടുള്ളൂ, അതിലൊരു സിനിമയാണ് മുറൈ മാമൻ. മുറൈ മാമൻ അന്ന് കേരളത്തിലും അത് റിലീസ് ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. കേരളത്തിൽ കുറച്ച് സ്ക്രീൻസിലൊക്കെ ഇറങ്ങിയിരുന്നു. കാരണം അതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ടതായിട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. കാരണം ജയറാമിൻ്റെ സിനിമ ആയതുകൊണ്ട് എന്തായാലും ഇവിടെയും ആ ഒരു സിനിമ റിലീസ് ചെയ്യാറുണ്ട്. അന്ന് ശരിക്കും സുന്ദർ സി അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നടന്നിരുന്ന സുന്ദർ സിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലന്ന് ശരത് കുമാറിനെ വെച്ച് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അന്ന് ശരത് കുമാറും ഒരു നായക നിരയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയമാണ്. അത്യാവശ്യം ഹിറ്റുകളും ശരത് കുമാറിനുണ്ട്. ആക്ഷൻ ഹീറോ എന്ന രീതിയിൽ തന്നെയാണ് ശരത് കുമാർ അന്ന് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അന്ന് നടന്നില്ല. പിന്നീടാണ് ജയറാമിലേക്ക് എത്തുന്നത്. അപ്പം ജയറാം ഒരു കോമഡി ടൈപ്പ് ഓഫ് റോൾസ്, നല്ല ഫാമിലി റോൾസ് ഒക്കെ ചെയ്യുന്നതുകൊണ്ടും ജയറാം തമിഴിലും അതിന് മുമ്പത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള അത്തരത്തിലുള്ള സിനിമകളായതുകൊണ്ട് എന്നാൽ ജയറാമിനെ വെച്ചിട്ട് കോമഡി സിനിമ ചെയ്യാം എന്ന രീതിയിൽ വന്ന് അങ്ങനെയാണ് ജയറാമിനെ വെച്ചിട്ട് അദ്ദേഹം ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യുന്നത്. ഏത് മുറൈ മാമൻ പ്ലാൻ ചെയ്യുന്നത്. ഇതിൽ ഖുഷ്ബു ആണ് അതിൽ നായികയായിട്ട് അഭിനയിച്ചത്. അതിന് മുമ്പും ജയറാമിൻ്റെ നായികയായിട്ട് ഖുഷ്ബു അഭിനയിച്ചിട്ടുണ്ട്. പിന്നീട് ഖുഷ്ബു സുന്ദർ സിയുടെ ഭാര്യയായി മാറി. നമുക്കറിയാം അവരുടെ മകളുടെ വിവാഹം വരെ ആയി. ഇതിൽ കൗണ്ടമണി ചെയ്തൊരു വേഷമുണ്ട്. കൗണ്ടമണി അന്ന് എനിക്ക് തോന്നുന്നു ഒരു ദിവസം 1 ലക്ഷം അങ്ങനെ എന്തോ ഭയങ്കര പ്രതിഫലം വാങ്ങുന്നുണ്ട്. കൗണ്ടമണി, അതുപോലെ തന്നെ സെന്തിൽ, ഇവരായിരുന്നു അന്നത്തെ ഒരു സപ്പോർട്ടിങ് അല്ലെങ്കിൽ ഒരു കോമഡി താരങ്ങൾ. ഇതിൽ അന്ന് വിജയകുമാർ എന്ന് പറഞ്ഞ നടൻ, നമ്മൾ അരുൺ വിജയകുമാറിന്റെ അച്ഛൻ, അദ്ദേഹത്തെ മനസ്സിൽ കണ്ട് എഴുതിയ ഒരു ക്യാരക്ടറാണ്. പിന്നീട് അത് ഗൗണ്ടമണിയിലേക്ക് ആക്കി. ഗൗണ്ടമണി ഇതിലൊരു ബ്രദറിന്റെ ക്യാരക്ടറാണ്, ജയറാമിന്റെ ബ്രദറായിട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ വിദ്യാസാഗറിന്റെ മ്യൂസിക്. അന്ന് വിദ്യാസാഗർ മലയാളത്തിലേക്ക് എത്തിയിട്ടില്ല. അഴകിരാവളിലൂടെയാണ് മലയാളത്തിൽ എത്തുന്നത്. തമിഴിൽ ഇങ്ങനെ വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിദ്യാസാഗർ, പിന്നീട് മമ്മൂട്ടിയാണ് വിദ്യാസാഗറിനെ കണ്ടെത്തി മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ വിദ്യാസാഗർ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അഴകിരാവളിൽ മമ്മൂട്ടി വിദ്യാസാഗറിനെ റെഫർ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു സിനിമ അന്ന് അവിടെ തിയേറ്ററിൽ എത്തിയത് അത്യാവശ്യം തിരക്കടില്ലാതെ ഓടിയ ഒരു സിനിമ. എന്നിട്ട് മുറൈ മാമൻ എന്ന രീതിയിൽ ജയറാമിന് ഒരു ഗുണം അവിടെ തമിഴിൽ ഹ്യൂമർ നടൻ എന്ന രീതിയിൽ ജയറാമിന് വളരെയധികം ഗുണം കിട്ടിയ ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ജയറാമിന്റെ രണ്ടാമത്തെ തമിഴ് സിനിമ കോലങ്ങൾ. ഇതിലും നായികയായിട്ട് ഖുഷ്ബു തന്നെയാണ്. ഈ ഒരു സിനിമ ഡയറക്ട് ചെയ്തത് ഐ.വി. ശശിയാണ്. ഐ.വി. ശശിയുടെ അവസാനത്തെ തമിഴ് സിനിമയാണ്. അതിനുശേഷം ഐ.വി. ശശി തമിഴിൽ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. ശരിക്കും ഈ സിനിമ അന്ന് ഡയറക്ട് ചെയ്യാനിരുന്നിരുന്നത് ഭരതനായിരുന്നു. ഭരതൻ അതിനു മുമ്പ് തേവർ മകനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേവർ മകനൊക്കെ ചെയ്ത് അവിടെ തമിഴിലും ഒരു പേരെടുത്ത്, തമിഴുടെ ഞാൻ പറഞ്ഞ ഭരതൻ അല്ലേലും തമിഴിലും മലയാളത്തിലും ഒക്കെ പേരെടുത്ത സംവിധായം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ തേവർ മകൻ പോലത്തെ ഒരു വലിയൊരു സിനിമ ചെയ്ത ശേഷം ഭരതൻ ചെയ്യാനിരുന്നിരുന്ന ഒരു സിനിമയായിരുന്നു. പക്ഷെ അത് ഭരതൻ മാറി, എന്നിട്ട് ആണ് ഐ.വി. ശശി വരുന്നത്. പിന്നെ അന്ന് കുറെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു, ഇത് ഐ.വി. ശശിയും ജയറാമും മാറുന്നു, എന്നിട്ട് പ്രതാപോത്തൻ ഡയറക്ട് ചെയ്യുന്നു. പ്രതാപോത്തന് വന്ന് തമിഴിലൊക്കെ സിനിമകൾ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കമലഹാസനെ വെച്ചിട്ടൊക്കെ ഒരുപാട് സിനിമകൾ പ്രതാപോത്തൻ ചെയ്തിട്ടുണ്ട്. അത് അരവിന്ദ് സ്വാമി അന്ന് ബോംബെയിലൂടെ കത്തി നിൽക്കുന്ന നായകനാണ്, ഒരു ഹോട്ട് നായകനാണ് അരവിന്ദ് സ്വാമി. അരവിന്ദ് സ്വാമിനെ നായകനാക്കുമെന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതൊന്നുമല്ല, ഐ.വി. ശശി തന്നെയാണ് ആ സിനിമ ചെയ്തത്. ജയറാം തന്നെയായിരുന്നു അതിൽ നായകനായിട്ട് അഭിനയിച്ചത്. ഖുഷ്ബു നായികയും, പിന്നെ അത് കൂടാതെ രഘുവരൻ ഉണ്ട്, കസ്തൂരി ഉണ്ട്, ശരത് ബാബു, വൈഷ്ണവി, സംഗമി, അങ്ങനെ ഒരുപാട് പേര് അതിൽ നല്ല സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇളയരാജയുടെ മ്യൂസിക് ആയിരുന്നു. പക്ഷെ ആ ഒരു സിനിമ എനിക്ക് തോന്നുന്നു അങ്ങനെ വലിയൊരു വിജയമൊന്നും അല്ലായിരുന്നു. അങ്ങനെ ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്ററോ സൂപ്പർ ഹിറ്റോ ഒന്നും അല്ല. അതുകൊണ്ട് ഇന്നത്തെ ജനറേഷൻ പോലും ജയറാമിൻ്റെ കണ്ടിട്ടുള്ളതല്ല. ഞാൻ അന്ന് കേട്ടിട്ടുണ്ട്, എപ്പോഴോ ടി വിയിൽ വന്നപ്പോൾ കുറച്ച് സീൻസ് കണ്ടതല്ലാതെ. മുറൈ മാമൻ പിന്നീടും പലപ്പോഴായിട്ട് അതിലെ സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ കോലങ്ങൾ എനിക്കങ്ങനെ എവിടെയും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പിന്നെ അപ്പോൾ ഈ 2 സിനിമകളാണ് ജയറാമിൻ്റെതായിട്ട് ആ 95 എന്ന് പറയുന്ന ഒരു വർഷം റിലീസായ തമിഴ് സിനിമകൾ. മലയാളത്തിൽ ഏകദേശം 6 സിനിമകൾ കൂടുതൽ അഭിനയിച്ചു. അതിൽ ആദ്യത്തെ കൺമണി പോലെയും, അനിയമ്പാവ ചേട്ടമ്പാവ പോലെ, കുസൃതിക്കാറ്റ്, പുതുക്കോട്ടയിലെ പുതുമാളവാണ്, കുറേ കോമഡി സിനിമകൾ, അതിൽ മിക്കതും സൂപ്പർ ഹിറ്റായ സിനിമകളാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ജയറാം ഈ 2 സിനിമകളും ചെയ്തിട്ടുള്ളത്. അന്ന് ജയറാം എനിക്ക് തോന്നുന്നു 92-ൽ അന്ന്
91 ദളപതിയിൽ അഭിനയിക്കാനാണ് ജയറാമിന് അന്ന് ആദ്യമായിട്ടൊരു അവസരം കിട്ടിയത്. മമ്മൂട്ടി വിളിച്ചിട്ട് അന്ന് അലവിസ്വാമിയുടെ റോളിലേക്ക് വിളിച്ചത്. പക്ഷെ അന്ന് ജയറാം മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ചെയ്യണം 91 10 വർഷം സിനിമയ്ക്കാണ് ആ വർഷം ചെയ്തത്. അതുകൊണ്ട് അന്ന് ആ സിനിമ നിരസിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞത് അന്ന് ദളപതി ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ റോജ അരവിന്ദ് സ്വാമിയുടെ ആ ഒരു വേഷം ചിലപ്പോൾ എന്നെ തന്നെ വെച്ച് മനുരത്നം റോജ ചെയ്തേനെ. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീടാണ് തമിഴിൽ അവസരങ്ങൾ കിട്ടി തുടങ്ങിയത്. പക്ഷെ അപ്പോഴും ഒരു മെയിൻ സ്ട്രീം ഡയറക്ടേഴ്സ് അല്ല ഉണ്ട്. ഞാൻ പറഞ്ഞ ഒരു മണിരത്നോ അല്ലെങ്കിൽ അന്ന് അങ്ങനെയുള്ള മുൻനിരയിലുള്ള പലവരുടെയും സിനിമകളല്ല, പിന്നെ സുന്ദർ സി പോലുള്ളവരുടെ സിനിമകളൊക്കെയാണ് അദ്ദേഹത്തിന് അന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ജയറാമിൻ്റെതായ ഒരു സ്ഥാനം നേടിയെടുക്കാൻ എല്ലാ വർഷവും മലയാളം ചെയ്യുന്ന പോലെ തന്നെ തമിഴും ചെയ്തു തുടങ്ങി. അതിനുള്ള ഗുണം പിന്നീട് ജയറാമിന് കിട്ടി. ഒരു 2000 ഒക്കെ എത്തിയപ്പോഴാണ് കമലഹാസൻ തെനാലി പോലത്തുള്ള സിനിമകളൊക്കെ ജയറാമിന് ചെയ്യാൻ സാധിച്ചത്. പിന്നെ ഈ അടുത്ത് പൊന്നിയൻ സെൽവം പോലെയുള്ള മണിരത്നത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഈ 2 സിനിമകൾ നിങ്ങൾ ആരെങ്കിലും അന്ന് തിയേറ്ററിൽ കാണുകയോ അല്ലെങ്കിൽ പിന്നീട് DVD ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യുക.